ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നമ്മൾ സിവിൽ ബിടെക് കഴിഞ്ഞവർക്ക് ഇപ്പോൾ നമുക്കിതാ വരാൻ പോകുന്നത് LSTD അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എക്സാം ആണ് അല്ലെ. നോട്ടിഫിക്കേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നാലും നമ്മൾ 2-3 മാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. PSC എന്നറിഞ്ഞ വിവരം അനുസരിച്ച്. അപ്പോൾ അത്യാവശ്യം ഒഴിവ് വരുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണയൊക്കെ 500-ലധികം, ഇപ്പോൾ ഇത് ഓൾറെഡി കഴിഞ്ഞ LSTD അനുസരിച്ച് 500-ലധികം അഡ്വൈസ് പോയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതായത് സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഗവൺമെന്റ് ജോലി എന്താ പറയുന്ന ലക്ഷ്യം കാണുന്നവരാണെങ്കിൽ സ്വപ്നം കാണുന്നവരാണെങ്കിൽ ഒരു ബിടെക് കഴിഞ്ഞ ഒരാൾ ഒരു ഗവൺമെന്റ് ജോലി ഒരു പഠിച്ച ഫീൽഡിൽ തന്നെ സിവിലിൽ തന്നെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവുക, ഗവൺമെന്റ് ഫീൽഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവുക എന്നുള്ള സ്വപ്നമാണെങ്കിൽ അവരൊക്കെ കാര്യമായിട്ട് നോക്കുന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഏതെന്ന് പറയുന്നത് LSTD എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം വേക്കൻസി വരാറുണ്ട്. അത്യാവശ്യം മാസമായിട്ട് റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരു പോസ്റ്റാണ് ഏത് നമ്മുടെ LSTD അസിസ്റ്റന്റ് എഞ്ചിനീയർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ LSTD അസിസ്റ്റന്റ് എഞ്ചിനീയറിനൊക്കെ നമ്മൾ വളരെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. കാരണം പണ്ടത്തെ പോലെയല്ല, കട്ട് ഓഫ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ 50-ന്റെയും 60-ന്റെയും ഒക്കെ മുകളിലാണ് ഏത് വരുന്നത് കട്ട് ഓഫ് വരുന്നത്. നമുക്കൊരു 10-15 സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. ഈ ഓരോ സബ്ജക്റ്റിലും 10-15 ചാപ്റ്ററുകൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ വൃത്തിയോടുകൂടി എങ്ങനെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് അറിയുന്നതാണത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ആ എല്ലാ സബ്ജക്റ്റുകളിലും വളരെ എന്താ പറയുക ഡീപ്പായിട്ട് തന്നെ നമ്മൾ ആ ബേസ് ലെവലിന് ഒരു A ലെവൽ വരെ അല്ലെ, ഒരു മിനി ഗേറ്റ് എന്ന് വേണമെങ്കിൽ വരെ നമുക്കിപ്പോൾ പറയാൻ പറ്റും. ആ രീതിയിലാണ് കുറേ എക്സാംസുകളൊക്കെ ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ എല്ലാ സബ്ജക്റ്റുകളും അരച്ച് കുടിച്ച് പഠിച്ച് അതിൽ നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാക്സിമം ഓരോ സബ്ജക്റ്റിൽ നിന്നും ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു 10, 200, 300 ഉള്ളിൽ മെയിൻ ലിസ്റ്റിൽ റാങ്ക് വാങ്ങി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു ഈ ഒരു ജോലി കിട്ടുള്ളൂ അല്ലേ. അല്ലാതെ വെറുതെ റാങ്ക് ലിസ്റ്റിൽ ഏതെങ്കിലുമൊക്കെ ഒരു എന്താ സപ്ലിമെന്ററി ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ വന്നുകൊണ്ട് നമുക്ക് കാര്യമില്ല. മെയിൻ ലിസ്റ്റിൽ തന്നെ വരും വേണം. നമുക്ക് എന്ത് ഉറപ്പിക്കാൻ പറ്റണം, എനിക്ക് അഡ്വൈസ് വരും ആ ഒരു ജോലിയിൽ കയറാമെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഉറപ്പിക്കാൻ പറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, വളരെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. നിങ്ങൾക്കറിയാം, ഒരു ഓവർസിയർ ലെവൽ എക്സാം പോലെയൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ സിലബസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. എത്ര നേരത്തെ പഠിച്ചു തുടങ്ങാൻ പറ്റുമോ അത്ര നേരത്തെ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിച്ച് ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് നമ്മൾ എന്തായിരിക്കണം, ആ എക്സാമിന്റെ ഡേറ്റ് വരുമ്പോഴത്തേന് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് റെഡി ആയിട്ട് തന്നെ നിൽക്കണം. അതെല്ലാം നമ്മൾ ഈ ഒരു കാലത്ത് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിനിതാ അങ്ങനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മളിതാ പുതിയ ലൈവ് ബാച്ച് എയുടെ 3ാമത്തെ ലൈവ് ബാച്ചാണ് സൈലം ടെക്നിക്കലിന്റെ സിവിലുകാർക്കും വേണ്ടിയിട്ടുള്ള എയുടെ 3ാമത്തെ ലൈവ് ബാച്ചാണ്. ഈ 26 സെപ്റ്റംബർ, ഡേറ്റ് മറക്കണ്ട, സെപ്റ്റംബർ 26 നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതൊരു എക്സാമിന് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരാൻ പോകുന്ന ഓവർസിയർ എക്സാംസുകൾക്കും RRB ജൂനിയർ എഞ്ചിനീയറിന് അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ അവർക്കും, SSC ജൂനിയർ എഞ്ചിനീയർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കൊല്ലം നടക്കുന്നതാണ് SSC ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ ISROയുടെ എക്സാം, ഇങ്ങനെ സിവിലിൽ ഏകദേശം ഡിപ്ലോമ ബിടെക് ലെവലിൽ വരുന്ന എല്ലാ എക്സാംസുകൾക്കും ഈ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാത്തിലും ചോദിക്കുന്നത് ഒരേ കാര്യങ്ങളാണ്, ഒരേ സർവേ എന്നുള്ള ഒരേ കാര്യങ്ങളാണ്, ബിൽഡിംഗ് മെറ്റീരിയൽ എന്നുള്ള ഒരേ കാര്യങ്ങളാണ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നുള്ള ഒരേ കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം ഒരു വട്ടം അങ്ങ് പഠിക്കുക, പിന്നെ എല്ലാ എക്സാംസുകൾക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസുകൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസുകൾക്ക് ഒരു ബിടെക് കഴിഞ്ഞ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കുട്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ സൈലം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ വൺ ഓഫ് ദ എന്താണ് ടോപ്പ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് അല്ലെ. എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിലെയും ടോപ്പ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് സൈലം എന്ന് പറയുന്നത്. സൈലം ടെക്നിക്കലും തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ കാര്യത്തിലൊന്നും ഒരു കൺഫ്യൂഷനോ ഒരു ഡൗട്ടോ ഒരു പേടിയോ വേണ്ട. നിങ്ങൾക്ക് അത്രയും ബെസ്റ്റ് ക്ലാസ്സുകൾ ഇന്ന് കേരളത്തിൽ നിങ്ങൾക്ക് സിവിലിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. അദർ സാറും മെഗ്ന മിസ്സും അതുപോലെ അസ്ന മിസ്, നിഖിൽ സാറും നമ്മൾ അത്രയും സിൻസിയർ ആയിട്ട് നിങ്ങൾക്ക് അത്രയും അടിപൊളി ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എയ്ക്ക് നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ വരുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ ചിലപ്പോൾ 2-3 വർഷം പാസ് ഔട്ട് ആയി കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞവരായിരിക്കാം. അതല്ലെങ്കിൽ ബിടെക് ഇപ്പോൾ ജസ്റ്റ് പാസ് ഔട്ട് ആയി, പക്ഷേ കോളേജിൽ നല്ല അധികം ഒന്നും പഠിക്കാൻ പറ്റിയില്ല, കുറേ കളിച്ചൊക്കെ നടന്നു, ജസ്റ്റ് പാസ്സായിട്ട് വന്നവരൊക്കെ ആണെങ്കിലും ഒരു പേടിയും വേണ്ട. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകളൊക്കെ വളരെ ബേസിക് ലെവലിൽ നിങ്ങളൊരു പുതിയൊരു കുട്ടി ഒന്നും അറിയാത്ത ഒരാൾ മുന്നിൽ വന്നിരുന്നാൽ എങ്ങനെ എടുക്കുമോ അതുപോലെ ആ ബേസിക്സ് ലെവലിന് നമ്മുടെ ഈ ഒരു എക്സാമിന്റെ അഡ്വാൻസ്ഡ് ലെവൽ വരെ രീതിയിലായിരിക്കും എല്ലാ ക്ലാസ്സുകളും ഹാൻഡിൽ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു 3 മണിക്കൂറായിരിക്കും ഒരു ദിവസം അറൗണ്ട് വരുന്നത്. അത് ചിലപ്പോൾ 3 to 4 അല്ലെങ്കിൽ ഒക്കെ വരാം. നമ്മളിപ്പോൾ എക്സാം ഒക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ
അതിനനുസരിച്ച് നമ്മൾ അവറുകൾ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഏകദേശം വീക്കിലി 6 ദിവസം എന്നുള്ള രീതിയിലായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളാണ്. ഒന്നും നിങ്ങൾക്ക് വെറുതെ റെക്കോർഡ് തന്നിട്ട് അത് കണ്ടോ എന്ന് പറയുന്നില്ല. ക്ലാസ്സുകൾ ലൈവാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ആ ലൈവിൻ്റെ കൂടെ ഒരു ടൈം ടേബിൾ വെച്ച് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ. ഇനി അതെല്ലാം നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരാണ്, വർക്ക് ചെയ്യുന്നവരാവാം, വീട്ടിൽ ഫാമിലി ഇഷ്യൂസ് ഉള്ളവരാവാം, പുറത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ലൈവ് ടൈമിൽ നിങ്ങൾക്ക് കൂടുതലും ലൈവ് ക്ലാസ്സുകൾ ഈവനിങ്ങിലായിരിക്കും. ചില ക്ലാസ്സുകൾ മാത്രം ചിലപ്പോൾ മോർണിംഗിൽ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് ഒന്ന് സെറ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസ് ക്ലാസ്സുകളായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ അതിൻ്റെ റെക്കോർഡർ അവൈലബിൾ ആണ്. ആ ക്ലാസ്സുകളുടെ നോട്ട്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ആ നോട്ട്സുകൾ വെച്ച് പഠിച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ എക്സാംസുകളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഏത്, ഈ ക്ലാസ്സുകളുടെ കൂടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെഷനുകൾ. കാരണം പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. റീസൺ, അസേർഷൻ റീസൺ ചോദിക്കുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്, നല്ല ന്യൂമറിക്കലുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ ക്ലാസ്സിലെ പോയിന്റുകൾ ബൈഹാർട്ട് ചെയ്ത് പോയി എന്ന് കരുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, നല്ല മാർക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ജസ്റ്റ് നമ്മൾ ആ കട്ട് ഓഫ് കയറിയിരിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നല്ല മാർക്ക് കിട്ടി നല്ല റാങ്ക് ഒരു 100-200 ഉള്ളിൽ റാങ്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളും വർക്കൗട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ക്ലാസ്സുകളിൽ തന്നെ സെപ്പറേറ്റ് ഓരോ സബ്ജക്റ്റിൻ്റെ എന്തുണ്ടാവും, നിങ്ങൾക്ക് വർക്കൗട്ട് സെഷനുകൾ ഉണ്ടാവും. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാനും നോക്കാനും നിങ്ങൾക്ക് എന്തുണ്ടാവും, മെന്റൽ സപ്പോർട്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞു നമ്മളെ 3ാമത്തെ ലൈവ് ബാച്ചാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ 2 ബാച്ചുള്ള കുട്ടികളോട് ചോദിക്കാം. ക്ലാസ്സുകളായാലും മെന്റൽ സപ്പോർട്ടുകളായാലും എക്സാംസുകളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. അതുപോലെ തന്നെ എക്സാംസുകളിലൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നം വരുന്ന ഒരു ഏരിയയാണ് ടൈം എന്ന് പറയുന്നത്, അല്ലെ? ഈ 1.5 മണിക്കൂറിനുള്ളിൽ ആ 100 ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രോബ്ലംസും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് കഴിഞ്ഞ എക്സാംസുകളിലൊക്കെ ആ പ്രശ്നം വന്നിട്ടുണ്ട്. അത് സോൾവ് ചെയ്യാൻ ഒരൊറ്റ ഐഡിയ ഉള്ളൂ, എന്ത്, സമയം കൂട്ടുക എന്നുള്ളത്. അതെന്തായാലും PSC ചെയ്യൂല. പിന്നെ എന്താ ഉള്ളത്, ഈ ഒരു സമയത്തിനുള്ളിൽ ക്വസ്റ്റ്യൻ ചെയ്ത് തീരുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇങ്ങനെ എക്സാം ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ടോപ്പിക്ക് തീരുമ്പോൾ അതിൻ്റെ എക്സാംസുകൾ, ഓരോ സബ്ജക്റ്റുകൾ തീരുമ്പോൾ അതിൻ്റെ എക്സാംസുകൾ, വീക്കിലി റിവിഷൻ എക്സാംസുകളിൽ, പിന്നെ നമ്മളെ എക്സാമിൻ്റെ അതുപോലെയുള്ള മോക്ക് ടെസ്റ്റുകളും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ഇവിടെ ക്ലാസ്സിൽ തന്നെ സൈലം നമ്മുടെ ഈ ഒരു ഓൺലൈൻ ബാച്ചിന് നമ്മുടെ ആപ്പ് പോയി നിങ്ങൾക്ക് എന്തുണ്ടാവും, എക്സാംസുകൾ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇപ്പോൾ കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ബാച്ചിനൊക്കെ നമ്മൾ 5-6 മാസം മുമ്പ് എടുത്ത സബ്ജക്റ്റുകൾ, തീർന്ന സബ്ജക്റ്റുകൾ ഈ മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സബ്ജക്ട് ടെസ്റ്റുകൾ വെക്കുന്നുണ്ട്, അതിൻ്റെ റിവിഷനുകൾ വെക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ഒരു പ്രോസസ്സായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആ കോഴ്സ് തീരുന്നത് വരെ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റാങ്ക് നേടാൻ പറ്റൂ, ജോലി നേടാൻ പറ്റൂ. അപ്പം ഞാൻ പറഞ്ഞു ഏറ്റവും ഏതൊരാൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫീസാണ് നമ്മൾ ഈ ഒരു കോഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 700+ അവറുകൾ വരുന്ന ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ഫീസ് വരുന്നത് 12,999 മാത്രമാണ് ഫീസ് വരുന്നത്. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 50 ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫറിൽ ഫീസ് വരുന്നത്. അപ്പോൾ സെപ്റ്റംബർ 26-നാണ് ബാച്ച് തുടങ്ങുന്നത്. ഞാൻ ഡേറ്റ് ഒന്നും കൂടെ പറയാം. പിന്നെ നിങ്ങൾക്ക് ഇതാ ഓഫറുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ CGPA ഉള്ളവരാണോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ഓഫറുകൾ. അപ്പോൾ ബാച്ചുകളെ കുറിച്ചോ ഫീസിനെ കുറിച്ചോ ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒക്കെ ഡീറ്റെയിൽസുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ യൂട്യൂബ് ഇതിന്റെ വീഡിയോയുടെ താഴെ കമന്റിലായിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു നമ്പർ 9951000800 എന്നുള്ള ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, കോഴ്സിനെ കുറിച്ചും ഫീസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കൂടെ ബിടെക് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അല്ലേ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോലി നേടി ലൈഫ് സെറ്റിൽ ആക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു കോഴ്സാണിത്. നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ആഹാ, എന്തായാലും കേൾക്കാൻ തന്നെ എന്താ ഒരു സുഖം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മുടെ ബാച്ചിൽ വെച്ച് കാണാം. ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ നമ്മുടെ ബാച്ചുകളിൽ. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.